സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. മരം വെട്ടുകാരനും ഭാഗ്യപക്ഷിയും. പണ്ടൊരിടത്ത് ഒരു പാവം മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ദിവസവും കാട്ടിൽ പോയി മരം വെട്ടി ഒരു കടയുടമയ്ക്ക് നൽകി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മരം വെട്ടുകാരൻ വിറക് ശേഖരിക്കുന്നതിനായി കഠിനമായി അധ്വാനിച്ചിരുന്നു. കാട്ടിൽ പോയി അയാൾ ദിവസവും മരം വെട്ടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ഒരു ചെറിയ പക്ഷി കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ആ മരം വെട്ടുകാരൻ കാട്ടിലേക്ക് പോയി. അവിടെ അയാൾ ഉണങ്ങിയ ഒരു മരവും അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. അവസാനം ഒരു മരം കണ്ടെത്തി. അതിൽ നിന്നും വിറക് വെട്ടാൻ തുടങ്ങി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ മരം വെട്ടുകാരന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. അയാൾ അടുത്തു കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ക്ഷീണം കാരണം അയാൾ ഉറങ്ങിപ്പോയി. അന്നും ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ആ കുഞ്ഞു പക്ഷി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മരം വെട്ടുകാരൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പക്ഷി അയാളുടെ അടുത്ത് വന്നു. ഒരു സ്വർണ്ണമുട്ട അവിടെ വച്ചതിനു ശേഷം പറന്നുപോയി. ഉറങ്ങി എഴുന്നേറ്റ മരം വെട്ടുകാരൻ തന്റെ അടുത്ത് കിടക്കുന്ന സ്വർണ്ണമുട്ട കണ്ട് അത്ഭുതപ്പെട്ടു. അയാൾ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. സമയവും ഒരുപാട് വൈകിയിരുന്നു. അയാൾ ഉടൻ തന്നെ ആ സ്വർണ്ണമുട്ടയും എടുത്ത് അന്ന് വെട്ടിയ കുറച്ചു വിറകുമായി കാട്ടിൽ നിന്നും മടങ്ങി. അയാൾ വിറകുമായി കടയുടമയുടെ അടുക്കലെത്തി. പതിവായി നൽകുന്നതിനേക്കാൾ വളരെ കുറച്ചു വിറകായിരുന്നു അന്ന് മരം വെട്ടുകാരൻ അയാൾക്ക് നൽകിയത്. ഇതു കണ്ടതും കടയുടമ ചോദിച്ചു, ഇതെന്താണ്? സാധാരണ കൊണ്ടുവരുന്നതിനേക്കാൾ വിറക് കുറവാണല്ലോ. നീ ഇന്ന് പണിയെടുക്കാതെ കാട്ടിലെ കാഴ്ചകളും കണ്ടു നടന്നു. ഇതു കേട്ടതും മരം വെട്ടുകാരൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ പതിവ് പോലെ തന്നെ നന്നായി വിറക് വെട്ടി. എന്നാൽ അയാളുടെ വാക്കുകൾ കടയുടമ പൂർണ്ണമായും വിശ്വസിക്കാതെ വന്നപ്പോൾ ആ മരം വെട്ടുകാരന് നടന്ന സംഭവങ്ങൾ കടയുടമയോട് പറയേണ്ടതായി വന്നു. അയാളിൽ നിന്നും സ്വർണ്ണമുട്ടയെക്കുറിച്ച് കേട്ട കടയുടമ അത്ഭുതപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് സ്വർണ്ണമുട്ടയോ? അങ്ങനെ ഒരു സ്വർണ്ണമുട്ട ഉണ്ടെങ്കിൽ അതെനിക്ക് കാണണം. ഇത് കേട്ടതും മരം വെട്ടുകാരൻ ഉടൻ തന്നെ തനിക്ക് കിട്ടിയ സ്വർണ്ണമുട്ട ആ കടയുടമയ്ക്ക് കാണിച്ചു കൊടുത്തു. സ്വർണ്ണമുട്ട കണ്ട അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ മനസ്സിൽ കരുതി, മരം വെട്ടുകാരൻ എന്തായാലും തനിക്ക് കിട്ടിയ സ്വർണ്ണമുട്ടയുടെ വില അറിയാൻ വഴിയില്ല. ഏതു വിധേനയും ഈ സ്വർണ്ണമുട്ട കൈക്കലാക്കണം. അതിനായി അയാൾ തന്ത്രപൂർവം മരം വെട്ടുകാരനോട് പറഞ്ഞു, നിന്റെ പക്കലുള്ള സ്വർണ്ണമുട്ട നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഒരു സ്വർണ്ണ നാണയം നിനക്ക് തരാം. സ്വർണ്ണ നാണയം എന്ന് കേട്ടതും തന്റെ കയ്യിലുള്ള സ്വർണ്ണമുട്ടയുടെ വില അറിയാത്ത ആ മരം വെട്ടുകാരൻ അത് കടയുടമയ്ക്ക് നൽകി. സ്വർണ്ണമുട്ട കയ്യിൽ കിട്ടിയതും കടയുടമ മരം വെട്ടുകാരനോട് പറഞ്ഞു, നിനക്ക് കിട്ടിയ ഈ സ്വർണ്ണമുട്ടയിടുന്ന പക്ഷി ആ കാട്ടിൽ എവിടെയെങ്കിലും തന്നെയായിരിക്കും കഴിയുന്നത്. നാളെ ആ പക്ഷിയെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് 2 സ്വർണ്ണ നാണയങ്ങൾ തരാം. 2 സ്വർണ്ണ നാണയങ്ങൾ എന്ന് കേട്ടതും അത്യാഗ്രഹിയായി തീർന്ന മരം വെട്ടുകാരൻ, തീർച്ചയായും ഞാൻ ആ പക്ഷിയെ നാളെ ഏത് വിധേനയും കൊണ്ടുവരുന്നതായിരിക്കും എന്ന് കടയുടമയ്ക്ക് വാക്കുകൊടുത്തു. അതിനുശേഷം മരം വെട്ടുകാരൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ആ മരം വെട്ടുകാരൻ വിറക് വെട്ടുന്നതിനായി കാട്ടിലേക്ക് പോയി. യാത്രയിൽ മുഴുവൻ അയാളുടെ മനസ്സിൽ പക്ഷിയെ പിടിച്ചു കൊടുത്താൽ കിട്ടാൻ പോകുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ മാത്രമായിരുന്നു. അതിനായി അയാൾ തലേ ദിവസം വിറക് വെട്ടിയ മരത്തിനടുത്തേക്ക് തന്നെ പോയി. കുറച്ചു നേരം വിറക് വെട്ടിയതിനു ശേഷം അയാൾ ക്ഷീണിച്ചതുപോലെ മരത്തിൽ ചാരി ഉറക്കം നടിച്ചിരുന്നു. അയാൾ ഉറങ്ങിയെന്ന് കരുതി അന്നും ആ പക്ഷി പതുക്കെ അയാളുടെ അടുത്ത് വന്നു. ഉടൻ തന്നെ മരം വെട്ടുകാരൻ ആ പക്ഷിയെ കൈയോടെ പിടികൂടി. അപ്പോൾ ആ പക്ഷി ചോദിച്ചു, എന്തിനാണ് എന്നെ നിങ്ങൾ പിടിച്ചത്? ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചതല്ലേ. ഇത് കേട്ടതും മരം വെട്ടുകാരൻ ആ പക്ഷിയോട് പറഞ്ഞു, ഇന്നലെ നീ തന്ന മുട്ട കടയുടമയ്ക്ക് നൽകിയപ്പോൾ അയാൾ എനിക്ക് ഒരു സ്വർണ്ണ നാണയം തന്നു. ഇന്ന് നിന്നെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ 2 സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ പിടിച്ചത്. ഇത് കേട്ടപ്പോൾ പക്ഷി പറഞ്ഞു, അല്ലയോ മരം വെട്ടുകാരാ, നീ എന്തൊരു വിഡ്ഢിയാണ്. ഞാൻ തന്ന ഒരു സ്വർണ്ണമുട്ട
എത്രയോ സ്വർണ്ണ നാണയങ്ങളെക്കാളും വില പിടിച്ചതാണ്. നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്നിട്ടും നീ എന്നെ 2 സ്വർണ്ണ നാണയങ്ങൾക്ക് വിൽക്കാൻ നോക്കുന്നു. പക്ഷി പറഞ്ഞത് കേട്ടപ്പോൾ മരം വെട്ടുകാരന് വല്ലാത്ത വിഷമമായി. അയാൾ ആ പക്ഷിയെ പോകാൻ അനുവദിച്ചു. അപ്പോൾ ആ പക്ഷി പറഞ്ഞു, ഞാൻ ഒരു സാധാരണ പക്ഷിയല്ല. മനുഷ്യർക്ക് നന്മ ചെയ്യുകയും അവർക്ക് ഭാഗ്യം കൊടുക്കുകയും ചെയ്യുന്ന ഭാഗ്യപക്ഷിയാണ്. ഞങ്ങൾ മനുഷ്യരെ അവരുടെ കഷ്ടപ്പാടിൽ നിന്നും സഹായിക്കും. എന്നാൽ മനുഷ്യർ ഒരിക്കലും ഞങ്ങളെ സ്പർശിക്കാൻ പാടില്ല. ആരെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ എനിക്കിനി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. പക്ഷിയുടെ വാക്കുകൾ കേട്ട മരം വെട്ടുകാരൻ ദുഃഖത്തോടെ അപേക്ഷിച്ചു, അല്ലയോ ഭാഗ്യപക്ഷി, ഞാൻ അറിവില്ലാതെ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ പറഞ്ഞു തരണം. മരം വെട്ടുകാരന്റെ ദുഃഖം കണ്ടപ്പോൾ ആ പക്ഷി പറഞ്ഞു, ഒരു ഉപായമുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്റെ ഒരു തൂവലെടുത്ത് തീക്ക് അഭിമുഖമായി കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്കുള്ള വഴി തെളിഞ്ഞു വരും. എന്നിട്ട് ആ തൂവലുമായി വീട്ടിലെത്തി അച്ഛൻ പക്ഷിയോട് നടന്ന കാര്യങ്ങൾ പറയണം. തീർച്ചയായും അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇതും പറഞ്ഞ് ആ പക്ഷി ബോധരഹിതനായി നിലത്തു വീണു. ഉടൻ തന്നെ ആ മരംവെട്ടുകാരൻ പക്ഷിയുടെ ഒരു തൂവലെടുത്ത് തീക്ക് അഭിമുഖമായി കാണിച്ചു. പക്ഷി പറഞ്ഞതുപോലെ തന്നെ ആ മരംവെട്ടുകാരന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു വന്നു. അയാൾ തൂവലുമായി ആ വഴി സഞ്ചരിച്ച് പക്ഷിയുടെ വീട്ടിലെത്തിച്ചേർന്നു. മരം വെട്ടുകാരനെ കണ്ടതും അച്ഛൻ പക്ഷി സംശയത്തോടെ അയാളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇവിടെ എത്തിച്ചേർന്നത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്നത്? അച്ഛൻ പക്ഷിയുടെ ചോദ്യങ്ങൾ കേട്ട മരം വെട്ടുകാരൻ തന്നെ സഹായിക്കാൻ ശ്രമിച്ച ഭാഗ്യപക്ഷിക്ക് താൻ കാരണം മരണം നേരിടേണ്ടി വന്ന കാര്യം വിഷമത്തോടെ പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ പക്ഷി ഒരു നിമിഷം പോലും പാഴാക്കാതെ മരം വെട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷിയുടെ തൂവൽ വാങ്ങി താഴെ വെച്ചു. എന്നിട്ട് അതിനു ചുറ്റും 10 പ്രാവശ്യം വലം വെച്ചു. തുടർന്ന് അച്ഛൻ പക്ഷി ആ തൂവലിൽ സ്പർശിച്ചതും കുഞ്ഞു പക്ഷിയുടെ ജീവനില്ലാത്ത ശരീരം അവിടെ പ്രത്യക്ഷമായി. ഉടൻ തന്നെ അമ്മ പക്ഷിയും സഹോദരി പക്ഷിയും കൂടെ കുറെ ഇലകൾ കൊണ്ടുവന്ന് കുഞ്ഞു പക്ഷിയുടെ ദേഹത്ത് വച്ചു. എന്നിട്ടവർ അതിനു ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം കുഞ്ഞു പക്ഷിക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടി. അവൻ പതുക്കെ തന്റെ കണ്ണുകൾ തുറന്നു. ഇത് കണ്ട മരം വെട്ടുകാരൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അവൻ ഉറക്കെ പറഞ്ഞു, എനിക്കെന്റെ ഭാഗ്യപക്ഷിയെ തിരികെ കിട്ടി, എനിക്കെന്റെ ഭാഗ്യപക്ഷിയെ തിരികെ കിട്ടി. ഇത് കണ്ടതും കുഞ്ഞു പക്ഷി പറഞ്ഞു, ഞങ്ങൾ ഭാഗ്യപക്ഷികൾ ഭാഗ്യം പ്രത്യക്ഷമാവുന്നത് പോലെ പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളെ ഭാഗ്യപക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും അത്യാഗ്രഹിയായവരുടെ കൂടെ നിൽക്കുകയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ പിരിയുക തന്നെ വേണം. ഇത് കേട്ട മരംവെട്ടുകാരൻ, എന്റെ അത്യാഗ്രഹവും അജ്ഞതയും കാരണം കയ്യിൽ വന്ന ഭാഗ്യത്തെ എനിക്ക് നഷ്ടമായി എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. മരംവെട്ടുകാരന്റെ ദുഃഖം കണ്ട ഭാഗ്യപക്ഷി പറഞ്ഞു, വിഷമിക്കേണ്ട, തീർച്ചയായും ഞാൻ വീണ്ടും ഒരിക്കൽ നിന്നെ കാണാൻ വരുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നീ കാത്തിരിക്കേണ്ടി വരും. ഇതും പറഞ്ഞ് ആ കുഞ്ഞു പക്ഷി തന്റെ കുടുംബത്തോടൊപ്പം അവിടെ നിന്നും പറന്നകന്നു. മരംവെട്ടുകാരൻ തന്റെ കയ്യിൽ വന്ന ഭാഗ്യം നഷ്ടമായതും ആലോചിച്ച് വളരെയധികം ദുഃഖിച്ചു. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ഭാഗ്യപക്ഷിയെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അയാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.